ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് എന്താണെന്നും ട്രയൽ ബാലൻസിൻ്റെ യൂണിറ്റ് 7 ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ട്രയൽ ബാലൻസും പിന്നെ എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിനൊക്കെയായിരുന്നു നമ്മളിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്നെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇലിസ്ട്രേഷനും ചെയ്തായിരുന്നു. ഇലിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ജേണൽ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ വരും. ജേണൽ, ലെഡ്ജർ, പിന്നെ അറ്റ് ദി എൻഡ് നമ്മൾ ലെഡ്ജർ ബാലൻസുകൾ വെച്ചിട്ട് നമ്മൾ ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇന്നലെ ചെയ്ത് കുറച്ച് ലെങ്തി ആയിരുന്നു. അതായത് ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കണമായിരുന്നു. അതായത് നമ്മൾ ജേണൽസ് പ്രിപ്പയർ ചെയ്യണം, ആൻഡ് ദെൻ ആഫ്റ്റർ ലെഡ്ജർ, അങ്ങനെ കുറേ പ്രോസസ്സ് നമുക്കുണ്ടായിരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ട്രയൽ ബാലൻസ്, അതായത് ട്രയൽ ബാലൻസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് തരും. നമ്മളത് ജസ്റ്റ് എങ്ങോട്ട് എടുത്ത് റെക്കോർഡ് ചെയ്താൽ മാത്രം മതി. ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പം പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഫ്രം എ ഗിവൺ ലിസ്റ്റ് ഓഫ് ബാലൻസസ്, നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ബാലൻസസ് തരും. അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് കുറേ ഐറ്റംസ് തരുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ സമ്മറി ആയിരിക്കും നമുക്ക് തരും. ലെഡ്ജർ അക്കൗണ്ടുകളും തരത്തില്ല, അതിൻ്റെ ബാലൻസുകൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ വന്നതെന്ന് മാത്രം തരും. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ എഴുതേണ്ടത് നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഉണ്ട്. അല്ലെങ്കിൽ റൂൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെ ടേംസിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐറ്റംസ് ഡെബിറ്റിലും ക്രെഡിറ്റിലും ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിക്കേ, കൺവീനിയൻസ് for your convenience, however, a few guidelines may help you to determine quickly the nature of each balance. ഓരോ ബാലൻസും ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ എന്ന് കാണിക്കാനായിട്ട് കുറച്ച് ട്രിക്സ് ഉണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ആദ്യത്തെ, ഓൾ അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് പർച്ചേസ് ആൻഡ് ലോസസ് വിൽ ബി ഡെബിറ്റ് ബാലൻസ്. അതായത് എല്ലാ എക്സ്പെൻസുകളും നമ്മൾ പഠിക്കുന്ന ഒരു റൂൾ ഉണ്ട്, ഓർക്കുന്നുണ്ടോ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പം ഇവിടെ പറയുന്നത് എല്ലാ എക്സ്പെൻസുകളും, എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഏത് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, പർച്ചേസും അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓൾ അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് പർച്ചേസ് ആൻഡ് ലോസസ് വിൽ ബി ഡെബിറ്റ് ബാലൻസ്. അതായത് പർച്ചേസിന് ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക, പർച്ചേസിനും എല്ലാ എക്സ്പെൻസുകൾക്കും, എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതും ഇൻക്ലൂഡഡ് ആയിരിക്കും, പർച്ചേസും ഇൻക്ലൂഡഡ് ആയിരിക്കും, എല്ലാ എക്സ്പെൻസുകൾക്കും ലോസസുകൾക്കും എന്ത് ബാലൻസ് ആയിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത്, ഓൾ അക്കൗണ്ട്സ് ഓഫ് ഇൻകംസ്. ഓൾ അക്കൗണ്ട്സ് ഓഫ് ഇൻകംസ്, ഈ ഇൻകത്തിനകത്ത് ഏതും ഇൻക്ലൂഡഡ് ആയിരിക്കും, സെയിൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓൾ അക്കൗണ്ട്സ് ഓഫ് ഇൻകംസ് ഇൻക്ലൂഡിങ് സെയിൽസ് ആൻഡ് ഗെയിൻസ് വിൽ ബി ക്രെഡിറ്റ് ബാലൻസ്. സെയിൽസിനും സെയിൽ നമ്മുടെ ഏറ്റവും വലിയ റവന്യൂ ആണ് ഒരു ഫേമിനെ സംബന്ധിച്ച്. ആ സെയിൽസും പിന്നെ നമ്മുടെ ഗെയിൻസും നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന നോർമൽ ആൻഡ് അബ്നോർമൽ ഗെയിൻസും എന്ത് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം എന്താ പഠിച്ചത്, എക്സ്പെൻസുകളെല്ലാം, എക്സ്പെൻസുകൾക്കും ലോസസിനും ഡെബിറ്റ് ബാലൻസ്, സെയിൽസിനും മറ്റെല്ലാ ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, രണ്ടെണ്ണം ക്ലിയർ ആയി ഇപ്പം തന്നെ പഠിച്ചു വെച്ചോണം. ഓക്കെ, ദെൻ ഓൾ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് വിൽ ബി ഡെബിറ്റ് ബാലൻസ്. എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. നമ്മൾ ഒരുപാട് അസറ്റ് പഠിച്ചിട്ടുണ്ട്. കറണ്ട് അസറ്റ് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. വാട്ട് എവർ ഇറ്റ് ഇസ് ദ അസറ്റ്, ഇറ്റ് ഹാസ് എ ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ലൈബിലിറ്റി? അസറ്റ്സിന് ഡെബിറ്റ് ആണെങ്കിൽ ലൈബിലിറ്റി എന്തായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലേ. ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൽ വരും, നമുക്ക് ലോൺസ് വരും, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഇതെല്ലാം എന്താണ്, നമുക്ക് ലൈബിലിറ്റീസ് ആണ്. ഇതിൻ്റെ എല്ലാം ബാലൻസുകൾ എന്തായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ദെൻ ഡ്രോയിങ്സ് അക്കൗണ്ട് വിൽ ബി എ ഡെബിറ്റ് ബാലൻസ്. ഡ്രോയിങ്സ് എന്തുവാ ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊപ്രൈറ്റർ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എടുക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സിന് എന്തായിരിക്കും, ഡെബിറ്റ് ബാലൻസ്. വൈ എ ഡെബിറ്റ് ബാലൻസ്, വൈ ഡ്രോയിങ്സ് ഈസ് എ ഡെബിറ്റ് ബാലൻസ്? കാരണം ഡ്രോയിങ്സ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദ ഫോം, റൈറ്റ്? അതായത് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പൈസ എടുക്കുക, അപ്പോൾ ബിസിനസ്സിൽ പൈസ കുറയുമല്ലേ അല്ലേ, നമ്മുടെ ബിസിനസ് ലൂസ് സം എമൗണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് വരും, നമ്മുടെ നിന്ന് പോകുന്ന എമൗണ്ട്, അതായത് കൊണ്ട് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഡ്രോയിങ്സ് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, എക്സ്പെൻസുകൾക്കും ലോസസുകൾക്കും ഡെബിറ്റ് ബാലൻസ്, പിന്നെ ഇൻകത്തിനും സെയിൽസിനും ക്രെഡിറ്റ് ബാലൻസ്, അസറ്റ്സിന് ഡെബിറ്റ്, ലൈബിലിറ്റീസിന് ക്രെഡിറ്റ്, ആൻഡ് ക്യാപിറ്റലിൻ്റെ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ നോർമലി ബി എ ക്രെഡിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ അറിയാലോ, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഇൻകം അല്ല, ലൈബിലിറ്റി ആണ്, അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ബിസിനസിൻ്റെ ലൈബിലിറ്റി ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾവേസ് എ ലൈബിലിറ്റി ടു ദ ഫേം. ദാറ്റ്സ് വൈ ഇറ്റ് ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡ്രോയിങ്സ്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ പ്രൊപ്രൈറ്റർ പൈസ ഇടുകയാണ്, ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ പ്രൊപ്രൈറ്റർ പൈസ എടുക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ആണെങ്കിൽ ഡ്രോയിങ്സിന് എന്തായിരിക്കും, ഡെബിറ്റ് ആയിരിക്കും. ഓക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു റൂൾസുമായിട്ട് ട്രയൽ ബാലൻസ്
ലെഡ്ജർ ബാലൻസുകളിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ചെയ്യേണ്ട കുറച്ച്, അതായത് മനസ്സിലിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സിമ്പിളാണ്. നമുക്കിനി ഒരു ഇലിസ്ട്രേഷൻ നോക്കാം. ഇലിസ്ട്രേഷൻ 2 ആണ്. The trial balance has been prepared from a given list of balances where the nature of each balance is not indicated. അതായത് നമുക്ക് കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബാലൻസുകളൊന്നും നമുക്ക് തന്നിട്ടില്ല. സ്റ്റഡി ഇലിസ്ട്രേഷൻസ് കെയർഫുള്ളി ആൻഡ് നോട്ട് ഹൗ ഈച്ച് ഐറ്റം ഹാസ് ബീൻ ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ്. ഓരോ ഐറ്റവും വായിക്കുക, അതിനുശേഷം ട്രയൽ ബാലൻസിൻ്റെ ഏത് സൈഡിലാണ് വരുന്നതെന്ന് ഇത് എഴുതി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. റെഡിയാണോ? ഓക്കെ, നോക്കാം. ആദ്യത്തെ ഐറ്റം നോക്കാം. ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു, ക്യാപിറ്റലിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ ക്രെഡിറ്റിൽ റെക്കോർഡ് ചെയ്യണം. സ്റ്റോക്കിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് 1/4/2017 എന്ന് കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ആൻ ഓപ്പണിംഗ് ബാലൻസ്. അതായത് 1st April അല്ലേ, 1/4/2017 എന്ന് പറയുമ്പോൾ 1st April 2017 സ്റ്റോക്കാണ്, വിച്ച് ഇസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിന് എന്ത് ബാലൻസ് ആണ്? സ്റ്റോക്ക് ഇപ്പോൾ ഓപ്പണിംഗ് ആണെങ്കിലും ക്ലോസിംഗ് ആണെങ്കിലും സ്റ്റോക്ക് എന്താ? നമ്മുടെ അസറ്റ് അല്ലേ. അസറ്റുകൾക്ക് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ സെയിൽസ്, ഇറ്റ് ഇസ് എ ഗ്രേറ്റസ്റ്റ് ഇൻകം ഫോർ എ ഫേം ആൻഡ് ഇറ്റ് ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ്. സെയിൽസിനും മറ്റ് ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഗ്യാസ് ആൻഡ് വാട്ടർ എന്താ? നമ്മുടെ എക്സ്പെൻസ് ആണ്, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്തുവാ? അത് നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ്. മെഷീനറി അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ്. ഡെറ്റേഴ്സ് അസറ്റ്, ഡെബിറ്റ് ബാലൻസ്. കമ്മീഷൻ, ഈ കമ്മീഷൻ നമുക്ക് രണ്ട് രീതിയിലുള്ള കമ്മീഷനൊക്കെ ഇച്ചിരി കുഴപ്പിക്കുന്ന ചില ഐറ്റംസ് ആണ്. അതായത് ഇത് ചിലപ്പം കമ്മീഷൻ നമുക്ക് ചിലപ്പോൾ ഇൻകം ആയിട്ടും വരാറുണ്ട്, എക്സ്പെൻസ് ആയിട്ടും വരാറുണ്ട്. അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പം അത് നമുക്ക് എന്താ, നമുക്കത് ഇൻകം ആണ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയല്ലേ. സംടൈംസ് യു ഹാവ് ടു പേ കമ്മീഷൻ ടു എനി പേഴ്സൺ, മേ ബി ഫോർ ദ സെയിൽസ്മാൻ ഓർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ആൻ എക്സ്പെൻസ് ടു ദ ഫേം, ശരിയല്ലേ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അത് എക്സ്പെൻസും, നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത് നമുക്കത് ഇൻകം ആയിരിക്കും. സോ അത് സെയിം ഐറ്റം തന്നെ നമുക്ക് ഇൻകം ആയിട്ടും വരും, എക്സ്പെൻസ് ആയിട്ട് വരും. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കും? ചിലപ്പോൾ ക്വസ്റ്റൻ അത് ഡയറക്റ്റ് ആയിട്ട് വരും. കമ്മീഷൻ പെയ്ഡ് എന്ന് തന്നാൽ നമുക്ക് 100% ഷുവർ ആണ് ഇറ്റ് ഇസ് ആൻ എക്സ്പെൻസ് ടു ദ ഫേം, അല്ലേ? നമ്മൾ കൊടുക്കുകയാണ്. സംടൈംസ് കമ്മീഷൻ റിസീവ്ഡ് ആയിരിക്കും. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കിട്ടുകയാണ്, അല്ലേ? നമുക്കത് ഇറ്റ് ഇസ് ആൻ ഇൻകം, അല്ലേ? കൊടുക്കുമ്പോൾ അത് എക്സ്പെൻസ് ആണ്, കിട്ടുമ്പോൾ അത് ഇൻകം ആണ്. അപ്പോൾ ഇവിടെ കമ്മീഷൻ്റെ ബ്രാക്കറ്റിൽ ഡെബിറ്റ് എന്നാണ് കാണിച്ചേക്കുന്നത്. എന്താണ് ഡെബിറ്റ്? കണ്ടോ, യു ക്യാൻ സീ ദ കമ്മീഷൻ്റെ ബ്രാക്കറ്റിൽ ഡെബിറ്റ്. അതായത് ഡെബിറ്റ് വന്ന എപ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? കമ്മീഷൻ എങ്ങനെ വരുമ്പോഴും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് എക്സ്പെൻസ് വരുമ്പോൾ. നമ്മൾ പഠിച്ച റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആണ്, അല്ലേ? അപ്പോൾ കമ്മീഷൻ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കമ്മീഷൻ നമുക്ക് എക്സ്പെൻസ് ആണ്, സോ വി ഹാവ് ടു given as a debit balance. So ഡെബിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കണം. അപ്പോൾ കമ്മീഷൻ നമുക്ക് ഡെബിറ്റ് ബാലൻസ്. ഇനി ക്രെഡിറ്റ് എന്നായിരുന്നു കാണിച്ചിരുന്നെങ്കിലോ, ഈ കമ്മീഷൻ്റെ ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് എന്നാണ് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയേനെ? അത് കമ്മീഷൻ നമുക്ക് കിട്ടിയ കമ്മീഷനാണ്, അല്ലേ? വിച്ച് മീൻസ് ഇറ്റ് ഇസ് ആൻ ഇൻകം ടു ദ ഫേം. അപ്പം ക്രെഡിറ്റ് ആയിരുന്നെങ്കിൽ നമ്മളത് ഇൻകം സൈഡിൽ കാണിച്ചേനെ. ഇൻകം ആയിട്ട് മനസ്സിലാക്കിയത്. ഇതിപ്പം ഡെബിറ്റ് ആണ്. ഇപ്പം നമുക്ക് മനസ്സിലായത് എന്താണത്? ഡെബിറ്റ് ബാലൻസ് ആണ്, അല്ലെങ്കിൽ ഇൻകം എക്സ്പെൻസ് ആണെന്ന് മനസ്സിലായി. ദെൻ പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാക്ടറിയാണ് ഉദ്ദേശിക്കുന്നത്. അസറ്റാണ്, ഫിക്സ്ഡ് അസറ്റാണ്, ഡെബിറ്റ് ബാലൻസ്. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്. അതുപോലെ തന്നെ കമ്മീഷൻ പോലെ തന്നെ നമുക്ക് ചില സമയം കൺഫ്യൂസ് ആക്കുന്ന ഒരു ഐറ്റമാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കമ്മീഷൻ പോലെ ഡിസ്കൗണ്ട് നമ്മൾ കിട്ടുകയും ചെയ്യും, ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യാറുണ്ട് ബിസിനസ്സിൽ. ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുമ്പോൾ അതെന്താണത്? നമുക്കതൊരു ഇൻകവും, കൊടുക്കുമ്പോൾ അത് എക്സ്പെൻസും ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് നമ്മൾ കുഴപ്പിക്കാതെ പറഞ്ഞിട്ടുണ്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അതായത് നമുക്ക് ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടുക ചെയ്തേക്കുന്നത് ആണല്ലോ. അപ്പോൾ നമുക്കത് എന്താണത്? ഇൻകം ആണ്. ഇൻകംസ് എല്ലാം ഏത് സൈഡിൽ നമ്മൾ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അടുത്ത് ബിൽസ് പേയബിൾ രണ്ട് രീതി വരാം. ബിൽസ് പേയബിളും വരും, ബിൽസ് റിസീവബിളും വരും. ബിൽസ് പേയബിൾ ആണെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ളതാണ്, അല്ലേ? നമ്മൾ പേ ചെയ്യാനുള്ളതാണ്. സോ ഇറ്റ് ഇസ് എ ലൈബിലിറ്റി ടു അസ്, ഫേമിന് അത് ലൈബിലിറ്റിയാണ്. ഇനി ബിൽസ് റിസീവബിൾ ആണെങ്കിലോ അത് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അതെന്താണ്? നമുക്ക് അസറ്റുമാണ്. അപ്പോൾ ഇവിടെ ബിൽസ് പേയബിൾ നമുക്ക് ലൈബിലിറ്റി ആയതുകൊണ്ട് എന്താ അതിൻ്റെ ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ലൈബിലിറ്റി ആയതുകൊണ്ട് അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. റിട്ടേൺ ഔട്ട്വേർഡ്സ്. അടുത്ത എന്താണ്? റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു കൊടുത്തു. പർച്ചേസ് റിട്ടേൺ നമ്മൾ പറയത്തില്ലേ? നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പം അതിനെയാണ് നമ്മൾ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓർത്തിരിക്കാൻ റൂളേ ഉള്ളൂ. പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യണമല്ലേ? അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യുക? നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. മനസ്സിലായ? അത്രയും ഓർത്താൽ മതി. പർച്ചേസ് ഡെബിറ്റ് ചെയ്യും, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്ന് വെച്ചാൽ മേ ബി ഡിഫക്റ്റീവ് ആയിട്ടുള്ള എന്തോ ആയിക്കോട്ടെ, നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അത്രേൻ്റെ പൈസ അവർ തിരിച്ചു തരത്തില്ലേ? നമ്മൾ തിരിച്ചു കൊടുത്ത അത്രയും സാധനത്തിൻ്റെ പൈസ അവർ തിരിച്ചു തരത്തില്ലേ? ദാറ്റ്സ് വൈ
ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻകം. അതായത് പർച്ചേസ് എക്സ്പെൻസ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ, അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്താണ്, നമുക്കൊരു ഇൻകം ആണ്. റിട്ടേൺ ഔട്ട്വേർഡ്സിൻ്റെ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കണം പർച്ചേസ് റിട്ടേൺ എന്ന് കേട്ടോ. ഒരെണ്ണം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയാണ് റിട്ടേൺ ഇൻവേർഡ്സ്. റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് വെച്ചാൽ സെയിൽസ് റിട്ടേൺ ആണ്. നമ്മൾ ഓൾറെഡി സെയിലായി പോയത് നമുക്ക് തിരിച്ച് വരുന്നതിനാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി ഐറ്റത്തിനകത്ത് വന്നിട്ടില്ല, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ദെൻ ബാങ്ക് ചാർജസ്, ബാങ്കിലത്തെ എന്തെങ്കിലും ചാർജസ്, മേ ബി ഫോർ എന്തെങ്കിലും ചെറിയ കുഞ്ഞു പെറ്റി, അതായത് ATM യൂസ് ചെയ്യുന്നതിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. ബാങ്ക് ചാർജസ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ദെൻ ഡ്രോയിങ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഡെബിറ്റ് ആണ്. ട്രേഡ് എക്സ്പെൻസ് എന്തെങ്കിലും സം കൈൻഡ് ഓഫ് എക്സ്പെൻസസ് ആയിരിക്കും. എക്സ്പെൻസ് ഏതാണെങ്കിലും നമുക്കത് ഡെബിറ്റ് ആണ്. ദെൻ ക്യാഷും ബാങ്കും രണ്ടും അസറ്റാണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ ക്യാരേജ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. റെൻറ്റ് റിസീവ്ഡ് ആണ്. നമ്മൾ പേ ചെയ്യുന്ന റെൻറ്റും വരും, നമുക്ക് കിട്ടുന്ന റെൻറ്റും വരും. നമുക്കിത് കിട്ടുമ്പോൾ റെൻറ്റ് കിട്ടുമ്പോൾ അതെന്താണ്, നമുക്കത് ഇൻകം ആണ്, ക്രെഡിറ്റ് സൈഡിൽ. ദെൻ ഇൻഷുറൻസ് എന്താ, ഡെബിറ്റ് ആണ്. ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്യുമല്ലേ, നമ്മുടെ ബിസിനസ്സിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ഇൻഷുറൻസ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ആൻ എക്സ്പെൻസ്. റിട്ടേൺ ഇൻവേഴ്സ്, ഇവിടെ പറയുന്നുണ്ട് റിട്ടേൺ ഇൻവേഴ്സിൻ്റെ, അതായത് സെയിൽസ് റിട്ടേൺ ആണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ കാണിച്ചേക്കണേ സെയിൽസ് റിട്ടേൺ എന്ന്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ സെയിലായി നമുക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അതെന്താണ്, സെയിൽസിന് ക്രെഡിറ്റ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്താ, ഡെബിറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് വരുന്നത്? ഒരാൾ നമ്മുടെ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി, അയാൾ തിരിച്ച് അത് കൊണ്ട് തരുമ്പം അയാൾ തിരിച്ച് തന്ന അത്രയും സാധനത്തിൻ്റെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അവരത് യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ടാണത് ഡെബിറ്റ് ആയിട്ട്, എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് സാലറീസ്, നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ സാലറി കൊടുക്കുകയാണ്, എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. പർച്ചേസസ്, ഡെബിറ്റ്. റെൻറ്റ് ആൻഡ് ടാക്സ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് എക്സ്പെൻസ് ആണ്, റേറ്റ്സും ടാക്സസും എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ഫർണിച്ചർ അസറ്റ്, ഡെബിറ്റ്. ബിൽസ് റിസീവബിൾ, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, അസറ്റ്. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മളീ പറഞ്ഞ അതേ രീതിയിൽ ക്യാപിറ്റൽസും അതാത് അക്കൗണ്ട്സും അതാത് ബാലൻസുകളാക്കി മാറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൊല്യൂഷനകത്ത് കാണാൻ സാധിക്കും. ക്യാപിറ്റൽ ക്രെഡിറ്റ്, സ്റ്റോക്ക് ഡെബിറ്റ്, സെയിൽസ് ക്രെഡിറ്റ്, ഗ്യാസ് ആൻഡ് വാട്ടർ. ഞാൻ ഡെബിറ്റ് ഉള്ള എല്ലാം അങ്ങ് വായിക്കാമേ. സ്റ്റോക്ക് അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ്. ഗ്യാസ് ആൻഡ് വാട്ടർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഡെറ്റേഴ്സ്, കമ്മീഷൻ, പ്ലാന്റ്, ക്യാരേജ്, പിന്നെന്താണ് ക്യാരേജ്, സാലറീസ്, ഇൻഷുറൻസ്, റിട്ടേൺ ഇൻവേർഡ്സ്, ബിൽസ് പേയബിൾ, റിട്ടേൺ ഇൻവേർഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് ചാർജസ്, ഡ്രോയിങ്സ്, ട്രേഡ് എക്സ്പെൻസ്, ക്യാഷ്, ബാങ്ക് പർച്ചേസ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഫർണിച്ചർ, ബിൽ റിസീവ്ഡ്. ഇത്രയും എക്സ്പെൻസുകളും എക്സ്പെൻസുകളൊക്കെയാണ്. അതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്ത്. ഇനി ക്രെഡിറ്റിൽ വരുന്നത് ക്യാപിറ്റൽ, സെയിൽസ്, ഇൻഷുറൻസ് അല്ല, റെൻറ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, റിട്ടേൺ ഔട്ട്വേർഡ്സ്. ഇത്രയാണ് ക്രെഡിറ്റിൽ വരുന്നത്. അപ്പോൾ രണ്ടും കൂടെ അത് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ 4,87,813 വരും. 4,87,830. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ ഈ പരിപാടി? അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതിന് ഡെബിറ്റ് കൊടുക്കണം, ഏതിന് ക്രെഡിറ്റ് കൊടുക്കണം, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ല ചുമ്മാ അങ്ങോട്ട് എഴുതാനായിട്ട് പറ്റത്തില്ല. ഒരു ടേം കണ്ടു കഴിഞ്ഞാൽ അത് അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ, അല്ലെങ്കിൽ ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ബോധം, അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു പ്രോബ്ലം. അടുത്തത് illustration 3 ആണ്. illustration 3, given below is a trial balance prepared by an inexperienced accountant and the trial balance has not tallied.
റീറൈറ്റ് ദ ട്രയൽ ബാലൻസ്. അപ്പം താഴെ നമുക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അത് ഫുൾ മിസ്റ്റേക്കാണ്. അതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു അക്കൗണ്ടൻറ്റ് ചെയ്തതാണ്. കുറേ മിസ്റ്റേക്കുകളാണ്. നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്തൊക്കെയാണ് അത് വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ ഐറ്റം ക്യാപിറ്റൽ എന്താണ്? നമ്മൾ ലൈബിലിറ്റി ആണ്, അത് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1,12,600. ബിൽഡിംഗ് അസറ്റാണ്. ഓക്കെ. മോട്ടോ കാർ അസറ്റ് അല്ലേ? അസറ്റുകൾക്ക് ഡെബിറ്റ് ബാലൻസ് അല്ലേ? ഇവിടെ അക്കൗണ്ടൻ്റ് എഴുതി വെച്ചേക്കുന്നത് ക്രെഡിറ്റ് സൈഡിൽ, അത് തെറ്റല്ലേ? അപ്പോൾ അത് മാറ്റണം. ദെൻ സെയിൽസ് എന്താ? നമ്മുടെ റവന്യൂ ആണ്, ഇൻകം ആണ്. അത് എവിടെ, ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. എവിടെ അത് അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത്? ഡെബിറ്റിൽ, തെറ്റ്, അത് മാറ്റണം. ഫർണിച്ചർ അസറ്റ് സെയിൽസ് പർച്ചേസ് എന്താ? എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ആണ്. അദ്ദേഹം അത് തെറ്റിച്ച് വെച്ചേക്കാണ്. ഫർണിച്ചർ അസറ്റ് കറക്റ്റ് ആണ്. സ്റ്റോക്ക് എന്താ? നമ്മുടെ അസറ്റ് അല്ലേ? അത് ക്രെഡിറ്റിലാണ്, തെറ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മുടെ ലൈബിലിറ്റി ആണ്, ക്രെഡിറ്റിലാണ് കാണിക്കേണ്ടത്, ഡെബിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, തെറ്റ്. ക്യാഷ് ഓക്കെ, 3,000 ഡെബിറ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, അത് ശരിയാണ്. നമുക്ക് ബാങ്ക് ലോൺ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലേ? നമ്മൾ അങ്ങോട്ട് കൊടുക്കല്ലേ? നമ്മൾ ലോൺ എടുത്തു, നമ്മൾ പലിശ അങ്ങോട്ട് എണ്ണി കൊടുക്കുക. നമ്മുടെ നിന്ന് പോവല്ലേ? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, അത് ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുക, അത് ക്രെഡിറ്റ് ചെയ്യണം. പുള്ളി ഇത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ചെയ്യണം, ആളത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. സാലറീസ് ഓക്കെ, ഡെബിറ്റ് ആണ്. വേജസ് ഡെബിറ്റ് വേണ്ടെടുത്ത് ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ട്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഓക്കെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓക്കെയാണ്. അഡ്വർടൈസ്മെൻറ്റ് ഓക്കെയാണ്. ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീസ്, പിന്നെ ബാഡ് ഡെറ്റ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് നമുക്ക് ലൈബിലിറ്റി ആണ്, അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആ വ്യക്തി അതിനകത്ത്, ആ ഒരു അക്കൗണ്ടൻറ്റ് നമുക്ക് കാണിച്ചു തന്ന മിസ്റ്റേക്ക്. നോക്കി, അതുകൊണ്ട് തന്നെ ആ ട്രയൽ ബാലൻസ് ഈക്വൽ ആക്കിയിട്ടുമില്ല. ഡെബിറ്റ് ടോട്ടൽ 10,83,600 ആണ്. അറ്റ് ദി സെയിം ടൈം ദ ക്രെഡിറ്റ് ബാലൻസ് 7,16,400. ആ ഒരു ട്രയൽ ബാലൻസ് ടാലിഡ് ആയിട്ടില്ല, നമ്മളത് ടാലി ആക്കണം. അപ്പം റിവൈസ്ഡ് ട്രയൽ ബാലൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നെയിം ഓഫ് അക്കൗണ്ട് ക്യാപിറ്റൽ ക്രെഡിറ്റ്, ബിൽഡിങ്സ് ഡെബിറ്റ്, മോട്ടോ കാർ ഡെബിറ്റ്, സെയിൽസ് ക്രെഡിറ്റ്, പർച്ചേസ്. അതിൻ്റെ എന്തുകൊണ്ടാണ് ഡെബിറ്റ് എന്നൊക്കെ റൂൾ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും റൂൾ പറയുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സ്റ്റോക്ക്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലൈബിലിറ്റി ആണ്. ക്യാഷ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ സാലറീസ്, വേജസ്, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്, അവിടെയൊന്നും കുഴപ്പമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്. അഡ്വർടൈസ്മെൻറ്റ്, ഓഡിറ്റ് ഫീ, ക്രെഡിറ്റേഴ്സ്, ഇത്രയും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മുടെ ട്രയൽ ബാലൻസ് ഈക്വൽ ആയിട്ടുണ്ട്. 9 lakh ഈച്ച്, ഡെബിറ്റിലും ക്രെഡിറ്റിലും 9 lakh ഈച്ച് വെച്ച് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അത്രയേ ഉള്ള ഒരു സംഭവം. ഇനി കോസസ് ഫോർ ദ ഡിസ്എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് ഈക്വൽ ആവാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നോക്കി, ഞാനിത് ഈ സെയിം ടോപ്പിക്ക് തന്നെ ട്രയൽ ബാലൻസിൻ്റെ ഏർലി സെഷൻസിൽ നമ്മൾ, അതായത് തുടക്കത്തിൽ തിയറി സമയത്ത് നമ്മൾ ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഏതൊക്കെ റീസൺസ് വഴി നമ്മൾ ട്രയൽ ബാലൻസ് നമുക്ക് മിസ്മാച്ച്, അതായത് ഈക്വൽ അല്ലാതെ പോകും. അതിന് കുറേ അതിൻ്റെ കോസസും ഒക്കെ നമ്മൾ നോക്കിയതാണ്. ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട്, ഡബിൾ പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട്, പോസ്റ്റിംഗ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്, പോസ്റ്റിംഗ് റോങ് എമൗണ്ട് ഇൻ ദി അക്കൗണ്ട്, അങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. അതെല്ലാം നമ്മൾ നോക്കിയാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പണ്ടത്തെ വീഡിയോസ് ഇട്ട് നോക്കിയാൽ മതി, അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലൊക്കേറ്റിംഗ് ഇറേഴ്സ് വെൻ ദ ട്രയൽ ബാലൻസ് ഡിസഗ്രി. നമ്മൾ ട്രയൽ ബാലൻസ് ഡിസഗ്രി ആവുമ്പോൾ, അതായത് ട്രയൽ ബാലൻസ് ടോട്ടൽ ആകാതെ വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അത് ടോട്ടൽ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, അതായത് ടോട്ടൽ ആക്കാമെന്ന് നോക്കാം. When a trial balance disagrees, an attempt must be made to allocate the errors and rectify them. If all errors are rectified and trial balance is revised, it will tally. അപ്പോൾ എല്ലാ ഇറേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ട്രയൽ ബാലൻസ് ഈക്വൽ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. The following routine procedure is usually adopted for locating the errors. കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ട്രയൽ ബാലൻസ് നമുക്ക് ഈക്വൽ ആക്കാനായിട്ട് പറ്റും. ചെക്ക് ദ ടോട്ടൽസ് ഓഫ് ബോത്ത് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് ഓഫ് ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനകത്തെ രണ്ട് സൈഡും ഐറ്റംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എമൗണ്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഡെബിറ്റിലെയും ക്രെഡിറ്റിലും. ദെൻ ഇഫ് ദ ഡിഫറൻസ് സ്റ്റിൽ പെർസിസ്റ്റ്, അസർട്ടൈൻ ദ എക്സാക്ട് എമൗണ്ട് ഓഫ് ഡിഫറൻസ്. എന്നിട്ടും കറക്റ്റായിട്ട് നമ്മൾ ടോട്ടൽ ചെയ്തിട്ടും ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ ഡിഫറൻസ് എമൗണ്ട് വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, കണ്ടുപിടിക്കുക.
See whether an account having that balance has been omitted from the trial balance. അപ്പോൾ ആ ഡിഫറൻസ് വന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് നമ്മൾ എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ട്, എവിടെയെങ്കിലും എൻട്രി ചെയ്യാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ആ എമൗണ്ട് ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സപ്പോസ് ദ ഡെബിറ്റ് കോളം ഇൻ ട്രയൽ ബാലൻസ് ഇസ് ഷോർട്ട് ബൈ 630. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നോക്കിയപ്പം നമ്മൾ ചെയ്തൊരു ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ ഒരു 630 കുറവുണ്ട്. Okay, it is just possible that an account with a debit balance of 630 has not been entered in the trial balance. അപ്പോൾ നമുക്ക് മനസ്സിലാകും 630 എന്ന് എമൗണ്ട് ഉള്ള ഏതോ ഒരു ഐറ്റം നമ്മൾ എവിടെ എഴുതിയിട്ടില്ല, നമ്മൾ ട്രയൽ ബാലൻസിൽ എൻട്രി ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അത് ടാലി ആവാതെ വന്നേ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തത് ചെക്ക് വെദർ ആൻ അക്കൗണ്ട് വിത്ത് എ ബാലൻസ് ഈക്വൽ ടു ദാറ്റ് ഡിഫറൻസ് ഹാസ് ബീൻ എൻറ്റേർഡ് ട്വൈസ് ദ ബാലൻസ് ഷീറ്റ്. അതായത് ആ ഡിഫറൻസ്, ഇപ്പം നമുക്കൊരു എമൗണ്ട് കിട്ടി ഡിഫറൻസ് ആയിട്ട്, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവാതൊരു എമൗണ്ട് വന്നു. ആ എമൗണ്ട് നമ്മൾ 2 തവണ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നുള്ളൂ. അങ്ങനെ സംഭവിക്കാമല്ലോ, 2 തവണ എഴുതുമ്പോഴത്തേക്കും നമുക്കത് ആ ഒരു എമൗണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുമല്ലോ. അങ്ങനെയും കൂടെ നോക്കാം. തേർഡ് വൺ, ടേക്ക് ദ ഹാഫ് എമൗണ്ട് ഓഫ് ഡിഫറൻസ്. അതായത് ഡിഫറൻസ് നമുക്ക് കിട്ടി, അതിൻ്റെ ഹാഫ് എടുക്കുക. ഫോർ എക്സാമ്പിൾ 10 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് 5 ആയിട്ട് എടുക്കുക. സീ വെദർ ദർ ഈസ് എനി അക്കൗണ്ട് വിത്ത് സച്ച് ബാലൻസ് ഇൻ ദ ട്രയൽ ബാലൻസ്. അപ്പോൾ ആ ഹാഫ് എമൗണ്ട് ഉള്ള ഏതെങ്കിലും ഐറ്റംസ് നമുക്ക് ക്വസ്റ്റിനകത്തുണ്ടോ, ട്രയൽ ബാലൻസിനകത്തുണ്ടോ നോക്കുക. ഇഫ് സോ ചെക്ക് വെദർ ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ദ കറക്റ്റ് കോളം ഓർ നോട്ട്. ഉണ്ട് എങ്കിൽ അത് കറക്റ്റ് കോളത്തിലാണോ, ഡെബിറ്റിലാണോ, ക്രെഡിറ്റിലാണോ എൻട്രി ചെയ്തതെന്ന് നോക്കുക. ഇഫ് ആൻ അക്കൗണ്ട് വിത്ത് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് 315. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയണം, നമുക്കൊരു അക്കൗണ്ട് ബാലൻസ് കിട്ടി 315 ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ദ ക്രെഡിറ്റ് കോളം ആൻഡ് ദ ഡെബിറ്റ് കോളം ബിക്കെയിം ഷോർട്ട് ബൈ 630. അതായത് 630 ഡിഫറൻസ്, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര, 315. ഈ 315 നമ്മൾ ഏതെങ്കിലും ഒരിടത്ത് ഷോർട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കറക്റ്റ് ആയിട്ടുള്ള കോളത്തിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിൻ്റെ അതിൻ്റെ എഫക്റ്റ് എവിടെ കാണാൻ കഴിയും, അപ്പുറത്തെ കോളത്തിൽ നമ്മളത് കാണാൻ സാധിക്കും. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇഫ് സോ ചെക്ക് വെദർ ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ദ കറക്റ്റ് കോളം ഓർ നോട്ട്. അത് കറക്റ്റ് കോളത്തിലാണോ എൻ്റർ ചെയ്തതെന്ന് നോക്കണം. ഇഫ് ആൻ അക്കൗണ്ട് വിത്ത് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് 315 ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ദ ക്രെഡിറ്റ് കോളം. 315 എന്നുള്ളത് 630 പകുതിയാണ് 315. അത് നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഡെബിറ്റ് കോളം വിൽ ഷോർട്ട് ബൈ 630. ഡെബിറ്റ് കോളത്തിൽ അതിൻ്റെ പകുതി ഷോർട്ട് ഫോൾ വരും. Verify whether the balance of all accounts are included in the trial balance. എല്ലാ ബാലൻസുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ദേ ആർ എൻറ്റേർഡ് ഇൻ കറക്റ്റ് കോളം. കറക്റ്റ് കോളത്തിലാണോ നോക്കുക. ദെയർ എമൗണ്ട്സ് ഹാവ് ബീൻ കറക്റ്റ്ലി റിട്ടേൺ. കറക്റ്റ് എമൗണ്ട്സ് കറക്റ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നത് നോക്കുക. ഇഫ് നോ ഇറേഴ്സ് ആർ ഫൗണ്ട് അപ് ടു ദി സ്റ്റേജ് ഓൾ ദ ഇറേഴ്സ് ലൊക്കേറ്റഡ് ഹാവ് ബീൻ ഡ്യൂലി കറക്റ്റഡ്. അതായത് നമ്മൾ ഇത്രയും ഇഫ് നോ ഇറേഴ്സ് ആർ ഫൗണ്ട് അപ് ടു ദി സ്റ്റേജ്, ഈ സ്റ്റേജ് വരെ നമുക്ക് ഇറേഴ്സ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓർ ഇറേഴ്സ് ലൊക്കേറ്റഡ് ഹാവ് ബീൻ ഡ്യൂലി കറക്റ്റഡ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഇറേഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബട്ട് സ്റ്റിൽ ദ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് ടാലി. നമ്മളെല്ലാം ചെയ്തിട്ടും നമുക്ക് ഒരു ഇറേഴ്സും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ട്രയൽ ബാലൻസ് ഈക്വൽ ആവുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബട്ട് സ്റ്റിൽ ദ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് ടാലി, ദർ ഇസ് നീഡ് ടു ടേക്ക് ഫർദർ ആക്ഷൻ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പ് കൂടെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റെപ്സ് കൂടെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ചെക്ക് ദ ടോട്ടൽസ് ഓഫ് ദി ലിസ്റ്റ് ഓഫ് സൺട്രി ഡെറ്റേഴ്സ് ആൻഡ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സൺട്രി ഡെറ്റേഴ്സിൻ്റെയും സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെയും ടോട്ടൽ എടുക്കാം. നമുക്ക് ടോട്ടലുള്ള ഫുൾ സൺട്രി ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും എടുക്കാം. ഡി ആണ് ചെക്ക് ടോട്ടൽസ് ഓഫ് ലിസ്റ്റ് ഓഫ് സൺട്രി ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ചെക്ക് ദ ടോട്ടൽസ് ആൻഡ് ബാലൻസ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ. അതായത് ലെഡ്ജറിനകത്തുള്ള എല്ലാ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് കറക്റ്റ് ആണോ എന്ന് മെൻഷൻ ചെയ്യുക, ചെക്ക് ചെയ്യുക. ചെക്ക് ദ ടോട്ടൽസ് ആൻഡ് പോസ്റ്റിംഗ് ഓഫ് ഓൾ സബ്സിഡറി ബുക്സ്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാ സബ്സിഡറി ബുക്സിലെ എമൗണ്ടുകൾ ചെക്ക് ചെയ്യുക. ചെക്ക് ദ പോസ്റ്റിംഗ് ഓഫ് ഓൾ എമൗണ്ട്സ് ഈക്വൽ ടു ദ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. നമുക്ക് ഡിഫറൻസ് ഒരു എമൗണ്ട് കിട്ടി, ഫോർ എക്സാമ്പിൾ 1000. ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ 1000 is the difference between the credit and debit balance of trial balance. അങ്ങനെ വരുമ്പം ആ 1000 ക്യാരി ചെയ്യുന്ന ഏതെങ്കിലും ഐറ്റംസ് നമുക്കുണ്ടോ നോക്കുക നമ്മുടെ ലെഡ്ജറിലോ എവിടെയെങ്കിലും. സിമിലർലി ചെക്ക് ദ പോസ്റ്റിംഗ് ഓഫ് ഓൾ എമൗണ്ട്സ് ഈക്വൽ ടു ഹാഫ് ദ ഡിഫറൻസ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ ഡിഫറൻസിൻ്റെ പകുതി ഹാഫ് എടുത്തുകൊണ്ട് ആ ഒരു എമൗണ്ട് ഏതെങ്കിലും ഐറ്റത്തിനുണ്ടോ നോക്കുക. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദി എമൗണ്ട് ഹാസ് ബീൻ പോസ്റ്റഡ് ഓൺ ദി റോങ് സൈഡ് ഓഫ് ദി കൺസേൺഡ് അക്കൗണ്ട്. അപ്പം ചിലപ്പം കോളം മാറിപ്പോകാം, അതായത് സൈഡ് മാറിപ്പോകാമല്ലോ, അങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്.
ദെൻ സീ ദ കറക്റ്റ് എമൗണ്ട് ഹാവ് ബീൻ ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് പേജ്. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്ത് വരുമ്പം കഴിഞ്ഞ പേജിൽ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റി എഴുതുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പർച്ചേസിൻ്റെ ബാലൻസ് നമ്മൾ എടുക്കുന്നത് പർച്ചേസ് ലെഡ്ജറിൽ നല്ല ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്. അപ്പോൾ പേജൊക്കെ മറിയുന്ന വഴിക്ക് ചിലപ്പോൾ നമ്മൾ എമൗണ്ട് ഒക്കെ മാറിപ്പോകും. ഒരു സീറോ കൂടിയും അല്ലെങ്കിൽ എമൗണ്ട് ഒക്കെ പാടെ മാറിയൊക്കെ പോവാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എമൗണ്ട് ഒക്കെ നമ്മൾ നോക്കി എഴുതി ഇപ്പോഴത്തോണ്ട് പോസ്റ്റ് ചെയ്യുന്നൊക്കെ വരാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മിസ്റ്റേക്കുകൾ വരും. അപ്പം അത് അങ്ങനെയൊന്നും വരുന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് അടുത്തത് വെരിഫൈ ദാറ്റ് ഓൾ ഓപ്പണിംഗ് ബാലൻസസ് ഹാവ് ബീൻ കറക്റ്റ്ലി എൻറ്റേർഡ് ഇൻ വേരിയസ് അക്കൗണ്ട്സ്. എല്ലാ ഓപ്പണിംഗ് ബാലൻസുകളും ക്യാഷിൻ്റെ, സ്റ്റോക്കിൻ്റെ, ബാങ്കിൻ്റെ ഇതെൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസുകൾ കറക്റ്റായിട്ടാണോ നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് നോക്കണം. ലാസ്റ്റ് വൺ, കമ്പയർ ദ കറണ്ട് ഇയേഴ്സ് ട്രയൽ ബാലൻസ് വിത്ത് ദാറ്റ് ഓഫ് പ്രീവിയസ് ഇയർ. എനി വേരിയേഷൻ നോട്ടീസ് ഷുഡ് ബി കെയർഫുള്ളി ചെക്ക്. അതായത് നമ്മുടെ ഈ വർഷത്തെ ട്രയൽ ബാലൻസും കഴിഞ്ഞ വർഷത്തെ ട്രയൽ ബാലൻസുകളും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. അതായത് കഴിഞ്ഞ വർഷം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നായിരുന്നോ, അത് നമ്മൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ അതിനകത്ത് ഈ തെറ്റുകൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അതെപ്പോഴും അത് ക്ലിക്ക് ആവത്തില്ല. എന്നിരുന്നാലും അതൊരു വഴിയാണ്. അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് തെറ്റ് വരുത്താനായിട്ടൊരു ചെറിയൊരു സാധ്യതയുണ്ട്. ഓക്കെ, അത്രയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കി, ഇനി ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ കുറേ ടിപ്സും ഒക്കെ നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസ് ടാലി ആക്കാനായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കി. ഇതൊന്നും ചെയ്തിട്ട് നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ലെങ്കിൽ ഒരൊറ്റ വഴി പ്രയോഗമുണ്ട്. അതായത് ഡിഫറൻസ് എത്രയാണോ വന്നത്, ഇപ്പോൾ 1000 രൂപയാണ് ഡിഫറൻസ് എങ്കിൽ നമ്മൾ മാക്സിമം എല്ലാ വഴിയും നമ്മൾ നോക്കണം. എല്ലാ വഴിയും നോക്കിയിട്ടും ടാലി ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ല, നമ്മൾ ചെയ്തെല്ലാം പക്കാണ്, ജേണൽ കറക്റ്റ്, ലെഡ്ജർ കറക്റ്റ്, എമൗണ്ട്സ് എല്ലാം കറക്റ്റ്, എല്ലാ ടോട്ടലും എല്ലാം കറക്റ്റാണ്, ഇത് ക്വസ്റ്റ്യൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണ് എങ്കിൽ മാത്രം നമുക്ക് ആ ഡിഫറൻസ് വന്ന എമൗണ്ട് എന്ത് ചെയ്യാം, ഒരു സസ്പെൻസ് അക്കൗണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പാരഗ്രാഫിൽ. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് ആ ഡിഫറൻസ് മാറ്റിക്കൊണ്ട് നമുക്ക് ട്രയൽ ബാലൻസ് ടാലി ആക്കാവുന്നതാണ്. പറഞ്ഞു മനസ്സിലായി? അതായത് ഒരു തരത്തിലും നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ആ ഡിഫറൻസ് വന്ന എമൗണ്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ലൈൻ ചെയ്തേക്കണം കേട്ടോ. സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ട്രയൽ ബാലൻസ് ടാലി ആക്കാവുന്നതാണ്. അടുത്തത്, ഇറേഴ്സ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ കാണിക്കാത്ത ചില ഇറേഴ്സ് ഉണ്ട്. ഇതും ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇറേഴ്സ് ഇൻ പ്രിൻസിപ്പിൾസ് വരാം, ഇറേഴ്സ് ഓഫ് ഒമിഷൻസ് വരാം, അങ്ങനെ കുറേ ഇറേഴ്സ് ഉണ്ട്. കോമ്പൻസേറ്റിംഗ് ഇറേഴ്സ്, അങ്ങനെ കുറേ ഇറേഴ്സ് ഉണ്ട്. ഞാനിത് എടുത്തിട്ടുള്ളതാണ് മറ്റേ ആ തിയറി പറഞ്ഞപ്പോൾ. ഞാനത് വീണ്ടും എടുക്കുന്നില്ല, ടൈം പോകും. പിന്നെ അതുപോലെ അഡ്വാൻറ്റേജ്, ട്രയൽ ബാലൻസിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞതാണ്. മെയിനായിട്ട് നമുക്ക് ആക്യുറേറ്റ്, അതായത് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ ഇല്ലയോ, മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ട്രയൽ ബാലൻസ്. ലിമിറ്റേഷൻസും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും നമുക്ക് ട്രയൽ ബാലൻസിൽ തരത്തില്ല. ജസ്റ്റ് ഡെബിറ്റ് ടോട്ടൽ എത്രയാണ്, ക്രെഡിറ്റ് ടോട്ടൽ എത്രയാണ്, ദാറ്റ്സ് ഓൾ. അതിൽ കൂടുതൽ വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് എവിടുന്ന് കിട്ടത്തില്ല, ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടൂല. അടുത്തതാണ് റെക്ടിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ്. നമ്മൾ പറഞ്ഞു ഇറേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ദെൻ നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ വി റെക്ടിഫൈ ദോസ് ഇറേഴ്സ്. നമ്മൾ കണ്ടുപിടിച്ച ഇറേഴ്സ് നമ്മൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. എനി ഇറർ വെൻ ലൊക്കേറ്റഡ് മസ്റ്റ് ബി റെക്ടിഫൈഡ്. അപ്പം ഒരു ഇറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളത് റെക്ടിഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു തെറ്റ് കണ്ടാൽ അതവിടെ കിടക്കട്ടെ കുഴപ്പമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ എൻ്റയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അത് മിസ്റ്റേക്ക് ആകും. അപ്പം ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് ആണെങ്കിലും, ഇഫ് ഇറ്റ് ഈസ് ഫോർ എ 1 rupee, 1 രൂപയുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു റെക്ടിഫൈ ഇറ്റ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. However, the rectification should not be made by overwriting or by striking off wrong entry. അതായത് ഒരിക്കലും നമുക്ക് ആ ഡിഫറൻസ് വന്ന എമൗണ്ട് ടാലി ആവുന്ന ഒരു സമയത്ത് ആ എമൗണ്ട് പാടെ എടുത്ത് മാറ്റുക, അതൊന്നും ഒരു വഴിയല്ല. അങ്ങനെയൊന്നും നമ്മൾ ട്രയൽ ബാലൻസ് ഈക്വൽ ആക്കാനും പറ്റത്തില്ല. അതൊക്കെ നമ്മൾ കള്ളത്തരം കാണിക്കുന്ന പോലെ അല്ലേ. ദിസ് വുഡ് ഡിസ്ട്രോയ് ദ ഒത്തൻറ്റിസിറ്റി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ബുക്സ് എപ്പോഴും നമ്മൾ പഠിക്കുന്ന റൂളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അക്കൗണ്ട്സ് എപ്പോഴും ഓണസ്റ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട്, ക്ലിയർ ആയിട്ട്, ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് നമ്മൾ അതിനകത്ത് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള വെയിലൊന്നും നമ്മൾ ട്രയൽ ബാലൻസ് ഈക്വൽ ആക്കാൻ നിൽക്കരുത്. Hence, the errors should always be corrected by making suitable entries called rectifying entries. അതിന് പകരം suitable ആയിട്ടുള്ള rectifying entries ഉപയോഗിച്ചുകൊണ്ട് we can correct those mistakes. അതെങ്ങനെയൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. For purposes of rectification, the errors are divided into categories. ഇപ്പോൾ പലതരത്തിലുള്ള errors ഉണ്ടാവാമല്ലോ. അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി
into two categories, one side errors and two side errors. One side errors എന്നും two side errors എന്നും classify ചെയ്തിട്ടുണ്ട്. Let's see what is one side errors. Certain errors affect only one side of an account. ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില മിസ്റ്റേക്കുകൾ ഒരു അക്കൗണ്ടിൽ മാത്രം ഒരു സൈഡിൽ മാത്രമേ ബാധിക്കത്തുള്ളൂ. അതിനെയാണ് നമ്മൾ വൺ സൈഡ് എറർ എന്ന് പറയുന്നത്. either the debit or the credit side. നമുക്ക് എല്ലാ അക്കൗണ്ട്സിനും ഹാവ് ടു സൈഡ്സ്. ഏതൊക്കെയാണ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു സൈഡിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഏത് വൺ സൈഡ് ഇറേഴ്സ് എന്ന് പറയുന്നത്. സച്ച് ഇറേഴ്സ് ആർ കോൾഡ് വൺ സൈഡ് ഇറേഴ്സ്. എക്സാമ്പിൾസ് ഓഫ് വൺ സൈഡ് ഇറേഴ്സ് ആർ വൺ സൈഡ് ഇറേഴ്സിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ₹100 received from Deshmukh was posted to his account ₹10. അതായത് 100 രൂപ നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് കിട്ടി? ദേശ്മുഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തു നിന്ന് കിട്ടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി റെക്കോർഡഡ് ഇറ്റ് ആസ് എത്രയായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്? 10 ആയിട്ട്. തെറ്റ് വന്നില്ലേ? 100 രൂപ കിട്ടേണ്ടതിൻ്റെ അടുത്ത് നമ്മൾ എത്രയെന്ന് റെക്കോർഡ് ചെയ്തു? 10 റെക്കോർഡ് ചെയ്തു. ഇറ്റ് മീൻസ് ദേശ്മുഖ്സ് അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് 10. അതായത് ദേശ്മുഖിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്തുവാ എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദേശ്മുഖ്. അങ്ങനെയല്ലേ? എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദേശ്മുഖ്. പക്ഷേ ഇവിടെ നമുക്ക് അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ദേശ്മുഖ് എവിടെ എടുക്കും? എത്ര രൂപ എഴുതും? നമ്മൾ എഴുതും എത്രയാണ് നമ്മൾ എഴുതിയത്? എത്രയാ? 10 100 എഴുതേണ്ടത്. പക്ഷെ നമ്മൾ എത്ര എഴുതിയുള്ളൂ? 10 നമ്മൾ എഴുതിയുള്ളൂ. അതായത് 100 രൂപ എഴുതേണ്ടത്. പക്ഷെ നമ്മൾ 10 രൂപ എഴുതിയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദേശ്മുഖിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ ക്രെഡിറ്റ് ആകും? 10 രൂപയെ ക്രെഡിറ്റ് ആകത്തുള്ളൂ. ആക്ച്വലി എത്ര രൂപ ക്രെഡിറ്റ് ആവേണ്ടത്? 100 അല്ലേ? അപ്പോൾ ദേശ്മുഖ്സ് അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് ₹10 ഇൻസ്റ്റെഡ് ഓഫ് 100. 10 രൂപയുടെ 100ൻ്റെ സ്ഥാനത്ത് എത്ര രൂപ നമ്മൾ റെക്കോർഡ് ചെയ്തു? 10 എന്ന് റെക്കോർഡ് ചെയ്തു. ആൻഡ് ദർ ഇസ് നോ മിസ്റ്റേക്ക് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ and there is no mistake in cash book. Thus this error has affected only one side of an account. അതായത് അയാളുടെ അക്കൗണ്ട് ദേശ്മുഖിൻ്റെ അക്കൗണ്ടിലാണ് നമ്മൾ 100 എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ക്യാഷ് ബുക്കിൽ ദേശ്മുഖിൻ്റെ അക്കൗണ്ടിലാണ് നമ്മൾ 10 എന്ന് പോസ്റ്റ് ചെയ്തത്. അല്ല, ക്യാഷ് ബുക്കിൽ 100 എന്ന് തന്നെയാണ്. ദേശ്മുഖിൻ്റെ അക്കൗണ്ടിലോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത സമയത്ത് എത്ര രൂപയാണ് നമ്മൾ എഴുതിയത്? 10 എന്നാണ്. അപ്പം ക്യാഷ് ബുക്കിൽ 100ഉം നമ്മൾ എഴുതി, ദേശ്മുഖിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ 10 എന്നായി. മിസ്മാച്ച് വന്നില്ലേ? അതായത് ക്യാഷ് ബുക്കിൽ 100ഉം ആയി, ഇവിടെ ദേശ്മുഖിൻ്റെ അക്കൗണ്ടിൽ പക്ഷേ 10 വന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു മിസ്മാച്ച് വന്നില്ല. അപ്പോൾ ദേശ്മുഖിൻ്റെ ഒരു സൈഡിൽ മാത്രമല്ല എഫക്റ്റ് എറർ വന്നുള്ളൂ. അപ്പോൾ അതിനെയാണ് വൺ സൈഡ് ഇറേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ദ പർച്ചേസ് ബുക്ക് ഈസ് ഓവർകാസ്റ്റ് ബൈ 1000. പർച്ചേസ് ബുക്ക് എന്തിനാണ്? നമ്മൾ പർച്ചേസുകൾ എഴുതാനായിട്ടാണ്. അത് 10,000 ഓവർകാസ്റ്റ് വെച്ചാൽ കൂടുതൽ നമ്മൾ എഴുതി. ദിസ് വിൽ അഫക്ട് ദ ഡെബിറ്റ് സൈഡ് ഓഫ് പർച്ചേസ് അക്കൗണ്ട് വെയർ ദ ടോട്ടൽ ഓഫ് പർച്ചേസ് ബുക്ക് ഈസ് പോസ്റ്റഡ് ആൻഡ് നോ അതർ അക്കൗണ്ട് ഇസ് അഫക്റ്റഡ്. അപ്പം പർച്ചേസ് ബുക്കിനകത്ത് നമ്മൾ 1000 രൂപ കൂടുതലായിട്ട് എഴുതിയപ്പം ഏതിനകത്ത് മിസ്റ്റേക്ക് വന്നു? പർച്ചേസ് അക്കൗണ്ടിൽ 1000 രൂപയുടെ കൂടുതൽ, അതായത് 1000 രൂപയുടെ ഒരു ഓവർകാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് അതിനെ വൺ സൈഡ് എറർ എന്ന് വിളിക്കും. അടുത്തത് ടു സൈഡ് ഇറേഴ്സ്. അടുത്ത ഇററാണ് ടു സൈഡ് ഇറേഴ്സ്. സെർട്ടൺ ഇറേഴ്സ് may affect 2 or more accounts. 2 അതിലധികമോ കൂടുതൽ അക്കൗണ്ട്സിൽ അഫക്റ്റ് ചെയ്യുന്ന ഇറേഴ്സ് ആണ് ടു സൈഡ് ഇറേഴ്സ് എന്ന് പറയുന്നത്. സച്ച് ഇറേഴ്സ് ആർ കോൾഡ് ടു സൈഡ് ഇറേഴ്സ്. എക്സാമ്പിൾസ് ഓഫ് ടു സൈഡ് ഇറേഴ്സ് ആർ. അപ്പം അങ്ങനെയുള്ള ഇറേഴ്സുകൾക്ക് പറയുന്ന പേരാണ് ടു സൈഡ് ഇറേഴ്സ്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ടു സൈഡ് ഇറേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. എ ക്രെഡിറ്റ് സെയിൽ ഓഫ് 1080. A credit sale of 1080 to Anand was wrongly recorded in the sales book for ₹1800. അതായത് നമ്മളൊരു ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ ആനന്ദിനോട്ട് ക്രെഡിറ്റ് സെയിൽ ഓഫ് 1080 ടു ആനന്ദിന് നമ്മളൊരു ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ടായിരുന്നു. എത്ര രൂപയുടെ? 1080യുടെ ക്രെഡിറ്റ് സെയിൽസ് വാസ് റോങ്ലി റെക്കോർഡഡ് ഇൻ ദ സെയിൽസ് ബുക്ക് ഫോർ 1800. പക്ഷേ നമ്മൾ സെയിൽസിലോട്ട് എടുത്ത് എഴുതിയപ്പോൾ അത് എത്രയായിപ്പോയി? 1800.
800 ആയിപ്പോയി. ആക്ച്വലി എത്രയായിരുന്നു? 1080 ആയിരുന്നു. പക്ഷേ നമ്മൾ സെയിൽസ് ബുക്കിലോട്ട് എടുത്ത് എഴുതിയപ്പം പോസ്റ്റ് ചെയ്തപ്പോൾ എത്രയായിട്ട് മാറി എമൗണ്ട്? 1800. This errors will affect two accounts, was ആനന്ദ് അക്കൗണ്ട് ആൻഡ് സെയിൽസ് അക്കൗണ്ട്. ശരിയല്ലേ? നമ്മൾ സെയിൽസ് നടക്കും, നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ എഴുതുന്നത്? ആനന്ദ്